ഓം ശ്രീ ചായ. എല്ലാമായ ഭഗവാന്റെ തൃപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകളും, എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്വാമിയുടെ പൂർണ്ണ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവോണ സമയം ഒരുപാട് സുന്ദരമായ ഓർമ്മകളുടെ സമയമാണ്. 1969 മുതൽ നമ്മുടെ എല്ലാമായ ഭഗവാൻ ഓണം പ്രശാന്ത നിലയത്തിൽ ആഘോഷിക്കാറുണ്ട്. ഓരോ ഓണത്തിനും ഭഗവാന്റെ ദിവ്യ പ്രഭാഷണം ഉണ്ടാവാറുണ്ട്. ആ ദിവ്യ പ്രഭാഷണങ്ങളിൽ കേരളത്തിൻ്റെ പ്രാധാന്യവും കേരളീയരുടെ ഭക്തിയെക്കുറിച്ച് എല്ലാം സ്വാമി സംസാരിക്കാറുണ്ട്. ഓണത്തിൻ്റെ വിശദാംശങ്ങൾ പലപ്പോഴും സ്വാമി നമുക്ക് പറഞ്ഞു തരാറുണ്ട്, അർത്ഥം പറഞ്ഞു തരാറുണ്ട്, മഹാബലിയുടെ ത്യാഗബുദ്ധിയെക്കുറിച്ച് പറഞ്ഞു തരാറുണ്ട്. ഓണം അത്ര ഗംഭീരമായിട്ടാണ് ഭഗവാൻ പ്രശാന്ത നിലയത്തിൽ ആഘോഷിക്കാറുള്ളത്. എത്രയോ കുട്ടികളുടെ പ്രോഗ്രാംസ് നമുക്ക് വിവിധ ജില്ലകളിൽ നിന്ന് ഓണത്തിന് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. പ്രഭാഷണങ്ങളിൽ ഭഗവാൻ കേരളീയരെ അനുഗ്രഹം കൊണ്ട് നിറച്ചു വർഷിക്കാറുണ്ട്. ഭഗവാന്റെ ഫിസിക്കൽ പ്രസൻസ് ഇല്ലാത്ത ഈ സമയത്ത് അതെല്ലാം ഓർക്കുകയും അതെല്ലാം സ്മരിക്കുകയും ഭഗവാൻ പറഞ്ഞതുപോലെ ജീവിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് പറഞ്ഞു തരാറുണ്ട്, ഒരുപാട് പാഠങ്ങൾ നമുക്ക് സ്വാമി പറഞ്ഞു തരാറുണ്ട്. എന്നാണോ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള ഒരു തുടക്കം നമ്മൾ കുറിക്കുന്നത്, അതാണ് നമ്മളെ സംബന്ധിച്ച് ശരിയായ ഓണാഘോഷം. ഭഗവാൻ പറയാറുണ്ട്, എല്ലാ ഉത്സവങ്ങളായാലും ശരി, ഏത് ഉത്സവമായാലും ശരി, കുട്ടികളും ബന്ധുക്കളും എല്ലാവരും അവരവരുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കാണ് പോവാറ്. അവർ ലീവ് എടുത്ത് അവരുടെ നാട്ടിലേക്ക് പോയി അച്ഛൻ്റെ അമ്മയുടെ അടുത്താണ് അവർ ഉത്സവങ്ങളെല്ലാം ആഘോഷിക്കാറ്. ഭഗവാൻ പറഞ്ഞു, ഒരേ ഒരു ഉത്സവം മാത്രമേ ഉള്ളൂ, ഒരേ ഒരു ഫെസ്റ്റിവൽ മാത്രമേ ഉള്ളൂ. എല്ലാവരും വീട് പൂട്ടിയിട്ടിട്ട് ഈശ്വരൻ്റെ അടുത്തേക്ക് വരുന്ന ഒരേ ഒരു ഉത്സവം മാത്രമേ ഉള്ളൂ. അതാണത്രേ ഓണ ആഘോഷം. ഭഗവാൻ അങ്ങനെയാണ് വിശദമാക്കിയത്. എല്ലാ വീടുകളും പൂട്ടിയിട്ടിട്ട് എല്ലാവരും നമ്മളുടെ അച്ഛനും അമ്മയുമായ ഭഗവാന്റെ അടുത്ത് ഓണാഘോഷത്തിന് നമ്മൾ ഇന്നും പോകാറുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓണാശംസകളും നമ്മുടെ എല്ലാമായ സ്വാമിയുടെ പൂർണ്ണ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ജയ്.